അലത്തിരാതെ. എനിക്കിതേ പറ്റൂ. എടാ, ഇത് കൃഷ്ണന് കൊടുക്കാനുള്ള പൂവാ. നിനക്ക് അതിന്റെ കയ്യിലേക്ക് ഇട്ടുതന്നൂടെ? ഇവിടെ മൊത്തം ഊറുമ്പോ ഇവിടെ നിന്ന് പറിക്കുന്നവർക്കേ അത് മനസ്സിലാവും. ഒന്നി വീഴാതിറങ്ങി ഇങ്ങ് വരാവോ? ഈ ചെക്കന്റെ ഒരു കാര്യം. പൈസ തരാം. ഓ, പൂപറിച്ചതിന് 10 രൂപയല്ലേ? അത് തരാം. ആദ്യം ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരട്ടെ. ചെറുക്കനെ രാവിലെ വിളിച്ച് മരത്തെ കയറ്റിയിട്ടേ പൈസ കൊടുക്കടി. രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോന്നൊക്കെ കൊള്ളാം. വഴി കിടന്ന് അടികൂടിയാലുണ്ടല്ലോ. വാ വാ. ഒന്ന് പതുക്കെ പോടാ. ഒന്ന് വേഗം വാ. ആരാടാ അത്? അതാ കാലി മേയ്ക്കുന്ന ഇറങ്ങന. വിളക്കൊക്കെ തുടച്ച് നല്ല ഭക്തിയായിട്ട് വേണം കേട്ടോ കത്തിക്കാൻ. കൃഷ്ണ, വിഷുവല്ലേ ഇത്? നിനക്കായി കൊണ്ടുവന്നതാ. എന്നും ഞാൻ നിനക്ക് നൈവേദ്യം തരുന്നതല്ലേ? ഇന്നത്തെ വിശേഷം ഈ കണിക്കൊന്ന പൂവായിക്കോട്ടെ. ഡാ, ഞാൻ അപ്പുറത്തെ വിളക്കൂടെ ഒന്ന് കത്തിച്ചിട്ട് വരട്ടെ. ചേച്ചി സൂക്ഷിച്ചു പോണം. കാവാ, പാമ്പുണ്ട്. അയ്യോ, ഞാനിവിടെ വെച്ച പൂ എന്തിയേ? ഡാ കുട്ടാ, ഞാനിവിടെ വെച്ച പൂ നീ എടുത്തോ. എന്തോ? ഡാ, ഞാനിവിടെ വെച്ച പൂ കാണുന്നില്ലടാ. അതാ കാലി മേയ്ക്കുന്ന ചെക്കന്റെ ശബ്ദല്ലേ? ഡാ, ഇതവൻ തന്നെയാ എടുത്തേ. വാ, നമുക്ക് അവനോട് പോയി ചോദിക്കാം. ഇതുകൊണ്ടാ വന്നിരിക്കുന്നു. നീയാണോ ഞങ്ങളുടെ പൂ എടുത്തേ? ഞങ്ങളുടെ പൂവിങ്ങിതാ. എന്നോട് എടുത്തോളാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ എടുത്തത്. എടുത്തോളം പറഞ്ഞെന്നോ? മറന്നോ? കൃഷ്ണ, പൂ എടുത്തോളാന്ന് പറഞ്ഞില്ലേ? അത് നിന്നോടല്ല, കൃഷ്ണനോടല്ലേ പറഞ്ഞേ? പൂ മോഷ്ടിച്ചെന്നല്ല, കറുത്ത കൃഷ്ണൻ. കൃഷ്ണൻ കറുത്തിട്ട് തന്നെയാ ഉള്ളത്. ഞാൻ കൃഷ്ണൻ തന്നെയാ. അയ്യടാ, നല്ല കറുത്ത കൃഷ്ണൻ. വാടാ, നമുക്ക് പോകാം. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂ വേണം. എന്നാൽ കൃഷ്ണന്റെ വകയായിട്ടൊരു പൂമഴ തന്നെ ആവട്ടെ. എന്താടാ ഇത്? എന്താടാ? ഡാ, എനിക്ക് എന്തോ ഒരു സംശയം. വാ, നമുക്കൊന്ന് കാവി പോയി നോക്കാം. ഞാൻ പറഞ്ഞില്ലേ കൃഷ്ണ ശരിക്കും കറുപ്പ് തന്നെയാണെന്ന്. ഇപ്പൊ ബോധ്യപ്പെട്ടല്ലോ അല്ലേ? ഇനി ഞാൻ പൊയ്ക്കോട്ടെ. പിന്നെ ഇടയ്ക്ക് കൊന്നപ്പൂ കൊണ്ടുവരാൻ മറക്കണ്ട കേട്ടോ.